ഇന്ത്യ മുന്നണിയിലെ ശക്തനായ നേതാവാണ് അഖിലേഷ് യാദവ്. യുപിയിൽ യോഗി ഭരണത്തെ വരെ വിറപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് 2024 തെരഞ്ഞെടുപ്പിൽ വിജയം നേടിക്കൊടുത്ത യുവ നേതാവ് കൂടിയാണ് ഇതേ അഖിലേഷ് യാദവ്. അതും മൂന്നാം ഊഴത്തിലേക്ക് മോദി 400 സീറ്റ് സ്വപ്നം കണ്ട് ഇറങ്ങിയ സമയത്ത് അതിനുവേണ്ടി ബാബരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് അയോധ്യ ക്ഷേത്രം വരെ പണി കഴിപ്പിച്ച അതേ ഫൈസാബാദ് മണ്ഡലത്തിൽ തന്നെ BJPയെ തറ പറ്റിച്ചതും അഖിലേഷ് യാദവിന്റെ രാഷ്ട്രീയ കഴിവാണ്. യുപിയിൽ BJPക്ക് അവർ ഉദ്ദേശിച്ച ഭൂരിപക്ഷ സീറ്റുകൾ കിട്ടാതെ പോയതോടെയാണ് മൂന്നാം ഊഴത്തിൽ മോദിക്ക് സഖ്യകക്ഷികളുടെ കാലു പിടിക്കേണ്ടി വന്നതും. അതിനു പിന്നാലെ BJPയുടെ ഒരു വലിയ നോട്ടപ്പുള്ളിയായി അഖിലേഷ് മാറുകയായിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം BJPക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടി. പാർലമെന്റിന് മുന്നിലുള്ള മുസ്ലിം പള്ളിയിലേക്ക് അഖിലേഷ് യാദവും ഭാര്യയും പോയതോടെയാണ് ഭീകരമായ പ്രശ്നമായി BJP അതിനെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ BJPയിൽ ഒരു മുസ്ലിം നേതാവിനെ തന്നെ കളത്തിൽ ഇറക്കിക്കൊണ്ടാണ് അഖിലേഷിനെ വെട്ടാൻ BJP തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. പാർലമെന്റിന് സമീപത്തെ മുസ്ലിം പള്ളിയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് നടത്തിയ സന്ദർശനത്തെയാണ് ഇപ്പോൾ BJP അതിരൂക്ഷമായി വിമർശിക്കുന്നത്. പള്ളിക്കുള്ളിൽ SP രാഷ്ട്രീയ യോഗം സംഘടിപ്പിച്ചു എന്നാണ് ആരോപിക്കുന്നത്. ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദീഖിയാണ് ഇതുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭാര്യയും MP-യുമായ ഡിംപിൾ യാദവും മറ്റു നേതാക്കളും സന്ദർശന വേളയിൽ അഖിലേഷിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഡിംപിളിന്റെ വേഷം അനുചിതമായിരുന്നു എന്നും അവർ ശിരസ് മറച്ചിരുന്നില്ല എന്നുമാണ് ഇപ്പോഴത്തെ വിമർശനം. ആരാധനാലയത്തെ അഖിലേഷ് അനൌദ്യോഗിക SP ഓഫീസാക്കി മാറ്റിയെന്നും ജമാൽ ആരോപിച്ചു വെക്കുന്നുണ്ട്. അഖിലേഷ് യാദവ് ഇന്നലെയാണ് പള്ളി സന്ദർശിച്ചത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് പാർലമെന്റ് മന്ദിരത്തിന്റെ മുന്നിലാണ്. SP-യുടെ MP നദ്വിയാണ് അവിടുത്തെ ഇമാം. എന്തിനാണ് പള്ളിക്കുള്ളിൽ രാഷ്ട്രീയ യോഗം നടത്തിയത്? ജമാലിന്റെ ചോദ്യമാണിത് BJPക്ക് വേണ്ടിയിട്ട്. അവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ജൂലൈ 25-ന് അതേ പള്ളിയിൽ തങ്ങളും യോഗം ചേരുമെന്നും ജമാൽ പറയുകയും ചെയ്യുന്നുണ്ട്. ദേശീയ ഗീതം ആലപിച്ച് ആരംഭിക്കുകയും ദേശീയ ഗാനം ആലപിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം കൂട്ടിച്ചേർത്താണിത്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സന്ദർശവേളയിൽ ചർച്ചയായത് എന്നും ജമാല് ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം BJPയുടെ ആരോപണങ്ങളെ SP തീർത്തു തള്ളുകയും ചെയ്യുന്നുണ്ട്. ദേശീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത് എന്നായിരുന്നു പ്രതികരണം. പള്ളിയിലെ ഇമാമായ നദ്വി ക്ഷണിച്ചതിനെ തുടർന്നാണ് പോയതെന്നും BJP തെറ്റായ വിവരം പ്രചരിപ്പിക്കുകയാണ് എന്നും ഡിംപിൾ യാദവും കൂട്ടിച്ചേർക്കുന്നുണ്ട്. മതത്തെ BJP രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ആയുധമാക്കുകയാണ് എന്നാണ് അഖിലേഷ് യാദവ് പറഞ്ഞത്. എന്താണെങ്കിലും കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ച് ഇന്ത്യ മുന്നണി ഇല്ലാതാക്കാനുള്ള മറ്റൊരു പരിപാടിയാണ് അഖിലേഷ് യാദവിലൂടെ ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള നേതാവിനെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കളത്തിലേക്ക് ഇറക്കിയതും.